ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ എല്ലാവർക്കും ഈസിയായി ബ്രേക്ക്ഫാസ്റ്റ്, സ്നാക്സ് അങ്ങനെയെല്ലാം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. പിന്നെ ഈ മെഷീൻ വെച്ച് ഇടിയപ്പം ഈസിയായി ഉണ്ടാക്കുന്നതും വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഐഡിയാസ് ഓഫ് തെരേസയിലേക്ക് സ്വാഗതം. ഇനി ഈ പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്ത് കാണിക്കാം. ഇത് നാട്ടിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. IBL എന്ന കമ്പനിയുടെ പ്രൊഡക്റ്റാണ് ഞങ്ങൾ വാങ്ങിയത്. പക്ഷേ പിന്നെ ഞങ്ങൾ നോക്കുമ്പോൾ ഇതിപ്പോൾ എല്ലായിടത്തും ലഭ്യമാണ്, ഓൺലൈനിലും ലഭ്യമാണ് കേട്ടോ. ഇത് പ്രൊമോഷൻ വീഡിയോ ഒന്നല്ല കേട്ടോ. ഞങ്ങൾ 2499 രൂപയ്ക്കാണ് ഇത് വാങ്ങിയത്. 1 ഇയർ വാറണ്ടി ഉണ്ട്. പിന്നെ ഇതിൻ്റെ കവർമേൽ തന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ബോക്സിൻ്റെ ഉള്ളിലും ഇൻസ്ട്രക്ഷൻ മാനുവൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻ മാനുവൽ ഉണ്ട്, പിന്നെ 1 ഇയർ വാറണ്ടി ഉണ്ട്. അപ്പോൾ ഇത് നന്നായി വായിച്ച് നോക്കിയിട്ടാണ് നമ്മളിത് ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത്. ഇതൊരു മെഷറിംഗ് കപ്പാണ്. പിന്നെ ഇതിൻ്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ഇതാണ്. ഇതിൽ നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യുന്നതിന് മുന്നേ ഫുള്ളി ചാർജ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ചാർജ് ഇൻഡിക്കേറ്ററൊക്കെ, അതായത് ഫോർവേഡ് ബട്ടൺ, സ്റ്റോപ്പ് ബട്ടൺ, റിട്രീറ്റ് ബട്ടൺ. അപ്പോൾ എത്ര ചാർജ് ഉണ്ടെന്ന് ഈ റിട്രീറ്റ് ബട്ടൺ ഓണാക്കിയാൽ നമുക്ക് ചാർജ് എത്രയുണ്ടെന്ന് കാണാം. അപ്പോൾ ഇതിൽ 50% ആണ് ചാർജ് ഉള്ളത്. ഇനി ഈ ഫസ്റ്റ് ബട്ടൺ, അതായത് ഫോർവേഡ് ബട്ടൺ, ഇത് പ്രസ് ചെയ്യുമ്പോൾ ഫ്രണ്ടിലേക്ക് ഇതുപോലെ നീങ്ങും. എന്നിട്ടിത് നീങ്ങി ഫുള്ള് ആയിട്ട് കഴിയുമ്പോൾ തന്നെ നിൽക്കും. പിന്നെ ഓണാക്കാൻ ഉപയോഗിച്ച ഈ റിട്രീറ്റ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ ഈ ഫ്രണ്ടിലേക്ക് പോയത് തിരിച്ച് ബാക്കിലേക്ക് തന്നെ വരും. ഓണാക്കാനും ഫ്രണ്ടിലേക്ക് പോയത് തിരിച്ചു വരാനും ഈ റിട്രീറ്റ് ബട്ടൺ തന്നെയാണ് കേട്ടോ പ്രസ് ചെയ്യേണ്ടത്. അതുപോലെ ഇടയിൽ സ്റ്റോപ്പ് ആക്കണമെന്നുണ്ടെങ്കിൽ ഈ സ്റ്റോപ്പ് ബട്ടൺ പ്രസ് ചെയ്യുക. ഇനി ഇതിൽ യൂസ് ചെയ്യുന്ന 5 മോൾഡ് ഞാൻ പരിചയപ്പെടുത്താം. അത് ഇടിയപ്പം ഉണ്ടാക്കാൻ, പക്കാവാട ഉണ്ടാക്കാൻ, അതുപോലെ നൂഡിൽസ്, സ്പഗറ്റി, അങ്ങനെ ഓരോന്നിനും ഓരോ തരത്തിലുള്ള മോൾഡുകളുണ്ട്. ഇത് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ അതേ സ്റ്റൈൽ തന്നെയാണ്. പക്ഷേ ഇടിയപ്പം നമുക്ക് ഈ പ്രസ് ചെയ്ത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഉണ്ടാക്കാൻ. ഇതാവുമ്പോൾ ഒന്ന് സ്വിച്ചിട്ടാൽ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതിലാണ് മാവൊക്കെ വെക്കേണ്ടത്. പിന്നെ ഇതിൻ്റെ താഴത്തെ ഭാഗം തുറന്നിട്ട് ഏത് പലഹാരമാണ് ഉണ്ടാക്കേണ്ടത് അതിൻ്റെ മോൾഡ് വയ്ക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇടിയപ്പമാണ് ഉണ്ടാക്കി കാണിക്കുന്നുണ്ട് ലാസ്റ്റിൽ. അപ്പോൾ ഇടിയപ്പത്തിൻ്റെ മോൾഡ് ഇടുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ മെയിൻ പാർട്ടിലേക്ക് ഇതിങ്ങനെ ലോക്ക് ചെയ്ത് വെക്കണം തിരിച്ചിട്ട്. കണക്റ്റ് ചെയ്തതിന് ശേഷം ഓൺ ചെയ്യുന്നതും ഫോർവേഡ് ചെയ്യുന്നതും സ്റ്റോപ്പ് ചെയ്യുന്നതും, അതുപോലെ കണക്റ്റ് ചെയ്തത് എങ്ങനെ റിമൂവ് ചെയ്യണമെന്നുമാണ് ഇനി കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും, കൂടുതലായി ജോലിക്ക് പോകുന്നവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ്, അതായത് പലഹാരങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വളരെ യൂസ്ഫുള്ളായിട്ട് സ്പാറ്റിലയാണ് മാവ് പ്ലേറ്റിൽ നിന്ന് ഇതുപോലെ മാറ്റാനുള്ളതാണ്. പിന്നെയുള്ളത് USB ചാർജറാണ്. കോഡ്ലെസ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ഇതുമ്മ കുത്തിയിട്ടാണ് ചാർജ് ചെയ്യല്. അപ്പോൾ ഫസ്റ്റ് യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഫുള്ളി ചാർജ് ചെയ്യണം, എന്നിട്ടാണ് യൂസ് ചെയ്യേണ്ടത്. പിന്നെ ഉള്ളത് മെഷറിംഗ് കപ്പാണ്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ മെഷറിംഗ് കപ്പ് യൂസ് ചെയ്തിട്ട് വെള്ളമൊക്കെ എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ വീട്ടിൽ എടുക്കുന്ന മെഷറിംഗ് കപ്പ് കൊണ്ട് എടുത്താലും മതി കേട്ടോ. നെക്സ്റ്റ്, ഈ മെഷീൻ കൊണ്ട് ഇടിയപ്പം ഈസിയായി ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് ഡബിൾ ഹോൾസിൻ്റെ അപ്പം, ഇടിയപ്പം, പത്തിരിപ്പൊടിയില്ലേ, അതാണ് എടുത്തിരിക്കുന്നത്.
അതുകൊണ്ട് സാധാരണ ഞാൻ 1.5 കപ്പാണ് പൊടി എടുക്കാറ്. അതാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. പിന്നീട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ സോൾട്ട് ചേർത്ത് മിക്സാക്കി എടുക്കുക. പിന്നെ നല്ല ചൂടുവെള്ളം കുറേശ്ശെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് കയ്യിൽ കൊണ്ട് ആദ്യം മിക്സാക്കുക. പിന്നീട് ഒന്ന് ചൂടാറി വരുമ്പോൾ കൈ കൊണ്ട് നന്നായി കുഴച്ചെടുക്കുക. നിങ്ങൾ അടുപ്പിൽ വെച്ചിട്ട് ഇങ്ങനെ കുറുക്കിയെടുക്കുകയെന്ന് വെച്ചാൽ അതുപോലെ എടുത്താലും മതി. ഞാൻ ഇതുപോലെയാണ് നൂലപ്പം ഉണ്ടാക്കുമ്പോൾ ചെയ്യാറ്. അപ്പോൾ സാധാരണ വീട്ടിൽ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലെ ചെയ്താലും മതി കേട്ടോ. അപ്പോൾ മാവ് നല്ല സോഫ്റ്റായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇടിയപ്പം കുക്ക് ചെയ്യാനുള്ള സ്റ്റീമർ അടുപ്പിൽ വെക്കുക. എന്നിട്ട് അതിലെ പ്ലേറ്റിൽ ഓയിൽ പുരട്ടി കൊടുക്കുക. ഇനി നമ്മുടെ മെഷീൻ എടുത്ത് ഇടിയപ്പത്തിൻ്റെ മാവ് ഇടാനുള്ള ഭാഗത്ത് മോൾഡ് വെച്ച് കൊടുത്ത് ക്ലോസ് ചെയ്യുക. പിന്നീട് മാവ് ഇതിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്ത് മെയിൻ പാർട്ടിലേക്ക് ലോക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ ഓയിൽ പുരട്ടിയ ട്രേയിലേക്ക് ഇടിയപ്പം എങ്ങനെയാണ് ഈ മെഷീനിൽ നിന്ന് വരുന്നതെന്ന് കാണിക്കാം. അതിനായിട്ട് റിട്രീറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഈ മെഷീൻ്റെ ലൈറ്റ് ഓൺ ആവും. പിന്നീട് ഈ പ്ലേറ്റിലേക്ക് വരാനായിട്ട് ഫോർവേഡ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ മാവ് ഇങ്ങനെ വരും. പിന്നെ സ്റ്റോപ്പ് ബട്ടൺ പ്രസ് ചെയ്താൽ മാവ് വരുന്നത് നിൽക്കും. അടുത്ത പ്ലേറ്റിലും ഇതുപോലെ തന്നെ ചെയ്യുക. മാവ് മെഷീനിലത്തെ കഴിയുമ്പോൾ സ്റ്റോപ്പ് ബട്ടൺ പ്രസ് ചെയ്ത് പിന്നീട് വീണ്ടും മാവ് ഇട്ട് കൊടുത്ത് ഈ പ്രോസസ്സ് തന്നെ ചെയ്യുക. അപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കാൻ വളരെ എളുപ്പമല്ലേ? ഇടിയപ്പം മാത്രമല്ല, നൂഡിൽസ്, സ്പാഗറ്റി, അതുപോലെ തന്നെ പക്കാവട, അങ്ങനെ പലതും നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അതുപോലെ ഇടിയപ്പം നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കല്ലേ. അതുപോലെ എൻ്റെ ചാനലിലെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൾ എന്ന് എനേബിൾ ചെയ്താൽ ഞാൻ നെക്സ്റ്റ് ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.